ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഹോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഗ്ലാസ് പച്ചരി തലേദിവസമേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അത് നന്നായി കഴുകി ഊറ്റിയെടുത്തു. അതിന് ശേഷം അതിലേക്ക് ഒരു പപ്പാതി ആയിട്ടാട്ടോ ഞാൻ അരയ്ക്കുന്നത്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതി അരി എടുത്തിട്ടു. അതിനുശേഷം ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പകരം 2 തേങ്ങ മുറി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു മുറി തേങ്ങ അരച്ചിട്ടും ഒരു മുറി തേങ്ങ പാലായിട്ടും എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ അരച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളത്തിന് ആവശ്യമായിട്ട് ഒഴിച്ചാൽ മതി. ഒറ്റയടിക്ക് ഒഴിക്കേണ്ട, 2 തവണ നമുക്ക് അരയ്ക്കാനുള്ളത് കൊണ്ട് പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇനി വേണ്ടത് ഇതിന് വേണ്ട മധുരമാണ്. ഞാൻ 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് 4 ഗ്ലാസ് പച്ചരിക്ക് എടുക്കുന്നത്. എനിക്ക് അധികം മധുരം വേണ്ട, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉള്ള മധുരം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി മധുരം കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് മധുരം ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കയും ജീരകവുമാണ്. ജീരകം ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജീരകം ചേർക്കാറുണ്ട് കുറേശ്ശെ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഈ ഒരു ലൂസിൽ വേണം മാവ് ഉണ്ടാവാൻ. അതേപോലെ തന്നെ രണ്ടാമത്തെ തവണയും ഇതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ തവണ ഇടുമ്പോൾ അതിലേക്ക് നമ്മൾ ആ നേരത്തെ ചിരണ്ടി വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇടണം. ഒരു മുറി തേങ്ങ പാലെടുത്തതും ബാക്കി ഒരു മുറി തേങ്ങ ചിരണ്ടിയിട്ട് അരിയിൽ ചേർക്കേണ്ടതുമാണ്. അതിനുശേഷം നമുക്കിതിൽ കപ്പി കാച്ചി ഒഴിക്കണം. അതിൽ വേണമെങ്കിൽ 2 തവി ചോറിട്ടാലും മതി. പക്ഷേ ചോറിടുന്നില്ലെങ്കിൽ ഇതേപോലെ കപ്പി കാച്ചി എടുക്കാം. അതിന് ഞാൻ ഇപ്രാവശ്യം കപ്പി കാച്ചിട്ടാണ് ആക്കുന്നത്. അപ്പം ഒരു ചെറിയ തവിയിൽ കുറച്ച് മാവ് അതിൽ നിന്ന് എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു 1/4 ഗ്ലാസ് വെള്ളം, 1/2 ഗ്ലാസ് ആയാലും മതി, അത് ആ മാവൊന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കൈ വിടാതെ ഇളക്കണം, ഇല്ലെങ്കിൽ മാവ് അടിയിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ചൂടിൽ നമുക്ക് ഈ കപ്പി കാച്ചി എടുക്കണം. കപ്പി ഇതൊന്ന് ചൂടായി വരുന്നതിനനുസരിച്ച് നമ്മുടെ മാവ് കട്ടിയായി വരും. ഒരുവിധം കട്ടിയാകുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മളിത് മാറ്റേണ്ടത്. തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഇനി അടുത്തത് നമ്മൾ ഇത് തണുത്ത് കഴിയുമ്പം നമുക്ക് ഇതാ മാവിൻ്റെ കൂടെ ബാക്കിയുള്ള അരിയുടെ കൂടെ ആ തേങ്ങയും അതേപോലെ ഈ കപ്പി കാച്ചിയതും കൂടി നമ്മൾ അരിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനു വേണ്ടി പിന്നെ നമ്മളൊരു കുറച്ച് ഈസ്റ്റും കൂടി റെഡിയാക്കണം. അതിന് വേണ്ടി ഞാനൊരു തേങ്ങ വെള്ളത്തിൽ കുറച്ച് കള്ള് ഒഴിച്ച് അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്നിട്ട് നമുക്ക് ആ തേങ്ങയും അതേപോലെ കപ്പി കാച്ചിയതും കൂടി നമുക്ക് രണ്ടും കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അത് അരിയുടെ കൂടെ അരച്ചാലും മതി, ഇല്ലെങ്കിൽ തേങ്ങയും കപ്പിയും കൂടെ മാത്രം അരച്ചാലും മതി. അപ്പോൾ അത് നന്നായിട്ട് അരച്ചതും കൂടി നമുക്ക് ആദ്യം അരച്ചു വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മാവിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം വേണം നമ്മൾ നേരത്തെ കലക്കി വെച്ച ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കപ്പി കാച്ചിയതും തേങ്ങയും കൂടെ അരച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണം ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച ഈസ്റ്റിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തരിയില്ല ഈസ്റ്റായിരുന്നു വേണ്ടത്, അതുകൊണ്ട് തന്നെ നല്ലോണം അലിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഒരു സ്പൂണോട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഈസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ടത് ഒരല്പം ഉപ്പാണ്. ഉപ്പ് നമ്മൾ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നമുക്ക് ഏത് മധുരം ഉണ്ടാക്കുന്നതാണ് നമ്മളൊരു തുള്ളി ഉപ്പ് ചേർത്ത് കഴിയുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അവിടെ ഇവിടെ കട്ട പിടിക്കാതെ 2 പ്രാവശ്യം അരച്ചത് കൊണ്ട് നമുക്ക് നന്നായിട്ടൊരു തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഇത് വെക്കുന്നത് ഏകദേശം ഒരു 9 മണിക്കാണ്. രാവിലെ 9 മണിക്ക് അരച്ച് വെച്ചതിന് ശേഷം ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിത് എടുക്കുന്നത്. എടുക്കുമ്പോഴത്തേക്കും ഏകദേശം മാവെല്ലാം നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കണക്കിന് ലൂസാക്കി എടുക്കാനുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ സമയം കൊണ്ട് ഞാനൊരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം വെച്ചിട്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നെയ്യോ ബട്ടറോ ആയാലും മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പാത്രം ഇഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെക്കാം. അപ്പോൾ ഇഡലി പാത്രത്തിൻ്റെ ഏകദേശം വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഇഡലി പാത്രത്തിൻ്റെ തട്ട് പ്ലേറ്റ് ചെരിഞ്ഞു പോകാതെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പം ഒരു സൈഡിലിട്ട് മാത്രം മാവാകുമ്പം ചെരിഞ്ഞു പോവും. അതുകൊണ്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്ലേറ്റിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചാൽ മതി. ബാക്കി മാവ് പൊങ്ങി വരും. ഒരുപാട് കട്ടിയാവാതെ ഒരുവിധം ഒരു മീഡിയം ഹൈറ്റിലാണ് ഞാൻ വട്ടയപ്പം ഏകദേശം ആക്കല്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ഭാഗമേ മാവ് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്ക് ആവി കയറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വട്ടയപ്പം റെഡിയായി. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.